അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓക്കെ ആയിട്ടുണ്ടോ? ഒന്ന് സ്റ്റക്കായിരുന്നു, ശരിയായോ? ഒന്ന് പറയൂട്ടോ, ഒന്ന് സ്റ്റക്കായിട്ടുണ്ടായിരുന്നു, ശരിയായോ? ഓക്കെ. ക്ലാരിറ്റി കുറവുണ്ട് തോന്നുന്നു. അത് നെറ്റ്വർക്ക് സ്ലോ ആണ്, അത് കറണ്ടായിരിക്കും. വീണ്ടും സ്റ്റക്കായോ? എന്തോ സ്റ്റക്കായി എന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന് പറയൂട്ടോ, ഇപ്പൊ ശരിയാക്കണോ? മുഹമ്മദ് റഫി ക്ലിയർ ആണെന്ന് പറയുന്നുണ്ട്, പക്ഷെ ഇവിടെ സ്റ്റക്കായി നിൽക്കുന്നുണ്ട്.
ഓക്കെ ആണല്ലേ? താങ്ക് യു. ഒന്ന് മെസ്സേജ് ചെയ്യൂ. മെസ്സേജ് സ്റ്റക്കായ മാതിരി തോന്നുന്നുണ്ട്. എല്ലാവരും ഒന്ന് പരമാവധി ഷെയർ ചെയ്യേണ്ടി വരും. കാരണം ഇന്ന് പേജിലായതുകൊണ്ടേ ആളുകൾ ശ്രദ്ധിക്കാൻ സാധ്യത കുറവാണ്. പേജ് ലൈക്ക് ചെയ്യാത്തവർക്ക് ചിലപ്പോൾ അറിയില്ല. ആമീൻ ആമീൻ. കുറേ കമൻറ്റ് വായിച്ചിട്ടില്ല, ഒന്നുകൂടി കമൻറ്റ് ചെയ്തോളൂ, ഞാൻ വായിക്കാം. ഷമീർ നിസാമി ആഫിയത്ത് നൽകട്ടെ. ആമീൻ. യൂസുഫ് അൻവരി ക്ലിയറാണ്. ഷാഹിദ സയ്യിദത്ത് ഇൻഷാല്ലാ. സാഹിദ കിഴക്ക് വീട്ടിൽ. റസാഖ് ഉലൂമി. അതാണ് എനിക്കിപ്പോൾ ലാസ്റ്റ് വന്ന മെസ്സേജ് കാണുന്നത്. അതാണ്. റസാഖ് ഉലൂമിയുടെ മെസ്സേജിൻ്റെ അവിടെ സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. അബ്ദുള്ള പി കെ പാങ് അബുദാബി. പരമാവധി ഒന്ന് ഷെയർ ചെയ്താൽ നന്നായിട്ടാ. കുറേ ആൾക്കാർ എത്തിക്കോട്ടെ. 206 ആളാണ് ഇതിൽ എത്തിയതായി കാണിക്കുന്നത്. 210 ആൾ. ഷറഫുദ്ദീൻ തയ്യടപ്പിൽ. ഹവാറിയോ ഉസ്താദ്? സുഖമാണ്. ഷിഹാബുദ്ദീൻ മലൈബാരി. സുഖമാണ്. ലബീബ്, ഷരീഫ്, അനിഷാദ്, അബ്ദുൽ കബീർ. വലൈക്കും സലാം. ഇനി ആരെങ്കിലും വായിക്കാത്തതുണ്ടോ പേര്? മുഹമ്മദ് അഷ്കർ. സുഖമാണ്. ഷാബ് തങ്ങൾ. എൻ പി ഷറഫ് എളമ്പുലാശ്ശേരി. പുതിയ ആളാണല്ലോ. മുഹ്സിന മുഹമ്മദ്. ഇൻഷാല്ലാ. റിഷാദ്. വലൈക്കും സലാം. റഫീഖ്. ഫസൽ മീർ. അസീസ് മുഹമ്മദ്. അബ്ദുള്ള ടി കെ. എൻ വി ഹമീദ്. നമുക്ക് തുടങ്ങാം അല്ലേ? നിങ്ങൾ ഷെയർ ചെയ്ത് ഇന്നൊരു 2K എത്തിക്കണം ഹബീബിങ്ങളെ. നൈൽ നദിയുടെ തീരങ്ങളിലൂടെ എന്ന ടാഗ് ലൈനിൽ നമ്മൾ നടത്തുന്ന യാത്രയുടെ 128ാമത് ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ലക്കൽ ഹംദു വലക്ക ശുക്രിയ അല്ലാ. അല്പം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ ഇന്ന് വീണ്ടും കണ്ടുമുട്ടുന്നത്. ഒരാഴ്ച സുഖമുണ്ടായിരുന്നില്ല. പനി പിടിച്ചുപോയി. കൊല്ലത്ത് നമ്മുടെ പ്രഭാഷക സംഗമം കഴിഞ്ഞ് വന്ന ഉടനെ പനി പിടിച്ചു. അങ്ങനെ ഒരാഴ്ച കിടന്നു. ഇപ്പം പനി മാറിയിട്ടുണ്ട്. പക്ഷേ നല്ല ചുമയും സംസാര ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട്. അല്ലാഹു നമ്മുടെ രോഗങ്ങൾക്കൊക്കെ ശിഫ നൽകട്ടെ. ഈ മെസ്സഞ്ചറിലേക്ക് ചില ആൾക്കാർ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൽ വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചില ആളുകൾ എനിക്ക് തന്നെ ഷെയർ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ നിങ്ങളുടെ ഐഡിയിൽ നിങ്ങൾ ഷെയർ ചെയ്യണം. അല്ല, മെസ്സഞ്ചറിലേക്ക് ഷെയർ ചെയ്തിട്ട് ഇവിടെ ഷെയർ കാണിക്കില്ലല്ലോ. ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്തോളൂ, നല്ല കാര്യം. നിങ്ങളുടെ ഐഡിയിൽ നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ. അപ്പം അതായിരുന്നു ഒരു ഇടവേള ഉണ്ടായിരുന്നത്.
അല്ല, മടി പിടിച്ചതല്ല, സുഖമില്ലാത്തത് കൊണ്ടാണ്. ഇപ്പോഴും നെഞ്ച് നിറയെ കഫക്കെട്ടുണ്ട്. സംസാരത്തിനിടയിലൊക്കെ ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി ഞാൻ മരുന്നൊക്കെ കഴിച്ചിട്ടാണ് ഇരിക്കുന്നത്. കോവിഡ് ടെസ്റ്റ് ചെയ്തു. കോവിഡ് ആണോ എന്നൊരു ഭയം ഉണ്ടായിരുന്നു. കോവിഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അത് നെഗറ്റീവായിരുന്നു. കുറേ ആൾക്കാർ വസിയത്ത് ചെയ്യുന്നുണ്ട്. നമുക്ക് ചെയ്യാം. നമ്മളെവിടെയാണ് പറഞ്ഞു നിർത്തിയിരുന്നതെന്ന് നിങ്ങളുടെ ഒരു ഓർമ്മ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലാതെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുകയാണ്. നൈൽ നദിയുടെ തീരങ്ങളിൽ നിന്നുള്ളത് യാത്ര നമ്മൾ എവിടെയാണ് അവസാനിപ്പിച്ചിരുന്നത്? ആർക്കും അറിയില്ലല്ലോ. എൻ്റെ ഓർമ്മയിൽ എവിടെയാണെന്ന് ഞാൻ പറയാം. നല്ലൊരു മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടൊരാൾ കമൻ്റ് ഇട്ടിട്ടുണ്ട്. പോയി പണിയെടുത്ത് തിന്നടാ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മനുഷ്യൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് ഫേക്ക് ഐഡിയ എന്ന് മനസ്സിലായി. നല്ല കാര്യം. വീണ്ടും ഒന്ന് സ്റ്റക്കായി. നമ്മൾ കമൻറ്റ് വിട്ടു, അത് കാര്യമില്ല. ഞാനത് ഫേക്ക് ഐ ഡിന്ന് വരുന്നതല്ലേ, നമുക്കത് പ്രശ്നമില്ല. സൂറത്ത് യൂസുഫിൻ്റെ 99-ാമത്തെ വചനം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫലമ്മാ ദഖലൂ അലാ യൂസുഫ ആവാ ഇലൈഹി അബവൈഹി وقال ادخلوا مصر إن شاء الله آمنين. അനന്തരം അവർ യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ സമീപം എത്തിച്ചേർന്നപ്പോൾ, പ്രവേശിച്ചപ്പോൾ തൻ്റെ മാതാപിതാക്കളെ അണച്ചുകൂട്ടി യൂസുഫ് നബി അലൈഹിസ്സലാം. വഖാല, എന്നിട്ട് പറഞ്ഞു, ഇദ്ഖുലൂ മിസ്ര ഇൻഷാ അല്ലാഹു ആമിനീൻ. നിർഭയരായി നിങ്ങൾ അല്ലാഹുവിലെ മിസ്റിലേക്ക് നിങ്ങൾ പ്രവേശിച്ചോളൂ. ആ ഭാഗത്താണ് ഖുർആൻ അത് ഉദ്ധരിക്കുന്നത്. ഓക്കെ ആയപ്പോൾ സ്റ്റക്കായത് മാറിയോ? എന്താ ചെയ്യാം? ഓക്കെയാണോ? ഒന്ന് പറയൂ കേട്ടോ. അത് ഇപ്പോൾ സ്റ്റക്കായി നിൽക്കായിരുന്നു ഇതുവരെ. നിർത്തണമോ തോന്നുന്നു എനിക്ക്. നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടോ ഹബീബിങ്ങളെ? ഓക്കെ ആണല്ലേ? ഓക്കെ. യൂസുഫ് നബി അലൈഹി സ്വലാമയെ കാണാൻ വേണ്ടി പിതാവ് സഹോദരന്മാരും കൂടി മിസ്റിലേക്ക് ഉമ്മൂഷാനു മംഗലാപുരത്ത് നിന്ന് മരിച്ച മണവാട്ടിയുടെ കുടുംബത്തിന് ദുആ. അതെന്താണ് സംഭവം? എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. മിസ്റിൻ്റെ ഏതാണ്ട് അതിർത്തിയിൽ യഖൂബ് നബി അലൈഹി സ്വലാമെ ഒരു വമ്പിച്ച സൈനിക അകമ്പടിയോടുകൂടി
തലസ്ഥാന നഗരിയിലേക്ക് ആനയിക്കാൻ വളരെ മുമ്പ് തന്നെ ഒരുക്കങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. 40,000 ഭടന്മാരടങ്ങിയ ഒരു പട്ടാളം മിസ്രിൽ നിന്ന് അതിർത്തിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതിനു പുറമെ പ്രത്യേകമായ യൂണിഫോം ധരിച്ച അശ്വാരൂഢ സേന എന്ന് വെച്ചാൽ കുതിരപ്പടയാളികളായ ഒരു സേന പ്രത്യേകമായി അവരിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. നാട്ടിലെ പൗരപ്രമുഖരായ ആളുകൾ, മിനിസ്റ്റേഴ്സ്, ഭരണഘടനാ പദവിയിലിരിക്കുന്നവർ, ഉദ്യോഗസ്ഥന്മാർ, നാട്ടുപ്രമാണിമാർ എല്ലാവരെയും സ്വീകരണത്തിന് തയ്യാറാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. യാക്കൂബ് നബി അലൈഹിസ്സലാമയും പുത്രന്മാരും മിസ്രിലേക്കുള്ള അതിർത്തിയിൽ ബൗണ്ടറിയിൽ പ്രവേശിക്കുകയാണ്. ഹർഷാരവത്തോടുകൂടി യാക്കൂബ് പ്രവാചകൻ അവിടെ സ്വീകരിക്കപ്പെട്ടു. രാജധാനിയിലേക്ക് എഴുന്നള്ളുകയാണ്. അസീസ് രാജാവിൻ്റെ കൊട്ടാരത്തിന് ഏകദേശം ഒരു 4 മൈലപ്പുറം, ഏകദേശം ഒരു 10 കിലോമീറ്റർ അപ്പുറം യാക്കൂബ് നബി അലൈഹിസ്സലാമയെ രണ്ടാമതും സ്വീകരിച്ചു. അവിടെ നിന്ന് യാത്ര തുടർന്ന് അല്പം മുന്നോട്ട് പോയപ്പോൾ കുതിരപ്പടയാളികൾ, പ്രത്യേക യൂണിഫോം ധരിച്ച അശ്വാരൂഢ സേന അദ്ദേഹത്തിന് ഗാർഡ് ഓഫ് ഓണർ നൽകി. ആ കുതിരപ്പടയാളികൾക്ക് പിറകിലാണ് നിന്നിട്ടുണ്ടായിരുന്നത് മിസ്റിന്റെ രാജാവ് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. അകലെ നിന്നുകൊണ്ട് തന്നെ തൻ്റെ പുത്രൻ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ യാക്കൂബ് നബി അലൈഹിസ്സലാം തിരിച്ചറിഞ്ഞു. കൂടെയുള്ള പേരക്കുട്ടികളോട് പറഞ്ഞുകൊടുത്തു, ആ നിൽക്കുന്നു നിങ്ങളുടെ പിതൃവ്യൻ. പൗത്രന്മാർക്ക് യാക്കൂബ് നബി അലൈഹിസ്സലാം ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, അതെ, ആ നിൽക്കുന്നതാണ് നിങ്ങളുടെ പിതൃവ്യൻ. കണ്ടുമുട്ടാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി. യാക്കൂബ് നബി അലൈഹിസ്സലാമയെ ഒരു കുതിരപ്പുറത്താണ് മിസ്രിലേക്ക് ആനയിക്കുന്നത്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വിലപിടിച്ച ഒരു കുതിരപ്പുറത്താണ് വന്നുകൊണ്ടിരിക്കുന്നത്. അകലെ നിന്ന് യൂസുഫിനെ കണ്ടപ്പോൾ ആഹ്ലാദിരേകം കൊണ്ട് യാക്കൂബ് പ്രവാചകന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ആ മുഖത്ത് ചന്ദ്രന്റെ നിലാവ് പ്രകാശിച്ചു. യാക്കൂബ് നബി അലൈഹിസ്സലാം തൻ്റെ കുതിരപ്പുറത്ത് നിന്ന് താഴോട്ടിറങ്ങി. നോക്കൂ നിങ്ങൾ, അവിടെ യാക്കൂബ് നബി അലൈഹിസ്സലാം ഒരു മാന്യത പ്രകടിപ്പിക്കുകയാണ്. പ്രോട്ടോകോൾ പ്രകാരം യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം രാജാവിൻ്റെ അടുത്തെത്തുന്ന ഒരാളല്ല, മകനാണ് എന്നതാണ് ഏറ്റവും വലിയ പ്രോട്ടോകോൾ. പക്ഷേ യാക്കൂബ് പ്രവാചകൻ അലൈഹിസ്സലാത്തു വസ്സലാം വച്ചവനെ മംഗളൂർ അഡ്യാർ ബിർപ്പുഗുഡ് ജമാഅത്ത് പ്രസിഡന്റ് KHK അബ്ദുൽ കരീം ഹാജിയുടെ മകൾ ലൈല ആഫിയ ഇന്നലെയാണ് വിവാഹിതയായത്, പുതുമണവാട്ടിയായത്. പെട്ടെന്നുള്ള ഹൃദയസ്തംഭനം മൂലം മരണപ്പെട്ടവരും നിങ്ങൾ അറിയിക്കുന്നതോടൊപ്പം അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ. വിവാഹം കഴിഞ്ഞ ഉടനെ പുതുമണവാട്ടി ഹാർട്ട് അറ്റാക്ക് കൊണ്ട് മരണപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹു മഗ്ഫിറത്ത് മർഹമത്ത് കൊടുക്കട്ടെ. ആ നിമിഷത്തിൻ്റെ ഒരു ചന്തവും ചാരുതയും എന്തായിരിക്കും ഹബീബിങ്ങളെ? പതിറ്റാണ്ടുകളായി കാണാതിരുന്ന പൊന്നുമോൻ, തൻ്റെ വത്സലപുത്രൻ, വളരെ ചെറുപ്പത്തിൽ കാണാതായ പൊന്നുമകനെ കാണാൻ കഴിയുന്ന മുഹൂർത്തത്തിൻ്റെ മനോഹരിത
ഏതു വാചകങ്ങളിലാണ് ഞാൻ നിങ്ങൾക്കൊന്നു പകർത്തിത്തരിക? യാക്കൂബ് പ്രവാചകൻ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി നടക്കുകയാണ്, അല്ല ഓടുകയാണ്. അതേസമയം ഹളറത്ത് യൂസുഫ് നബി അലൈഹിസ്സലാം കുതിരപ്പുറത്തുനിന്ന് അദ്ദേഹവും ഇറങ്ങി, വാപ്പയിറങ്ങി നടക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹവും നിലത്തിറങ്ങി. യഹൂദായുടെ കൈ പിടിച്ച് തോളിൽ കൈ വെച്ചുകൊണ്ടാണ് യാക്കൂബ് പ്രവാചകൻ നടക്കുന്നത്. വേഗം കുതിക്കുകയാണ് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. പിതാവിൻ്റെ തൊട്ടടുത്തെത്തിച്ചേരുകയാണ്. പിതാവും പുത്രനും പരസ്പരം പൊട്ടിക്കരയുകയാണ്, കെട്ടിപ്പിടിക്കുകയാണ്. യാക്കൂബ് പ്രവാചകൻ അലൈഹിസ്സലാം തൻ്റെ പൊന്നുമകൻ്റെ ചുണ്ടുകളിൽ ഉമ്മ വയ്ക്കുകയാണ്. ആ വൃദ്ധ ചുണ്ടുകൾ യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ കവിളണകളിൽ അരിച്ചു നടക്കുകയാണ്. ഉറക്കെ കരയാൻ തുടങ്ങി രണ്ടുപേരും. പട്ടാളക്കാരും മറ്റും ആ കാഴ്ച കണ്ട് മർമ്മഭേദകമായി നിൽക്കുകയാണ്. ആ സന്ദർഭത്തിൽ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് യാക്കൂബ് പ്രവാചകൻ അലൈഹിസ്സലാമയോട് പറഞ്ഞു, പ്രവാചക, ആകാശത്തേക്കൊന്നു നോക്കൂ നിങ്ങൾ. യാക്കൂബ് പ്രവാചകൻ അലൈഹിസ്സലാം ആകാശത്തേക്ക് നോക്കുമ്പോൾ മാലാവൽ മലായികതു സഫ്ഫൻ സഫ്ഫാ, അണിയണിയായി മാലാകമാരിങ്ങനെ ഈ കാഴ്ച കണ്ടു നിൽക്കുകയാണ്. കണ്ടുമുട്ടലിൻ്റെ ആത്മസായൂജ്യം കഴിഞ്ഞ് യൂസുഫ് നബി അലൈഹിസ്സലാം തൻ്റെ പിതാവിനെ കൊട്ടാരത്തിലേക്ക് ആനയിച്ചു. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇരിക്കുന്ന സിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് യാക്കൂബ് നബിയെയും ഇടതുഭാഗത്ത് യാക്കൂബ് നബിയുടെ അവസാന പത്നിയായ ലയ്യ എന്ന ഉമ്മയെയും ഇരുത്തി. നിങ്ങൾ ആ പേര് മറന്നിട്ടുണ്ടാകുമോ? ഇത് കഥയല്ല ഹബീബിങ്ങളെ. ورفع أبويه على العرش وخروا له سجدا ورفع أبويه على العرش وخروا له سجدا وقال يا أبت هذا تأويل الرؤياي من قبل قد جعلها ربي حقا وقد أحسن بي إذ أخرجني من السجن وجاء إن ربي لطيف لما يشاء إنه هو العليم الحكيم. സൂറത്ത് യൂസുഫിൻ്റെ 100-ാം വചനമാണത്. ഓക്കെയോ? ഒന്ന് സ്റ്റക്കായിരുന്നു. ഓക്കെയോ? പറയൂ. ഓക്കെയോ? ഓക്കെ, താങ്ക് യു. ഇത് കഥയല്ല, പരിശുദ്ധ ഖുർആൻ പറയാണ്. സൂറത്ത് യൂസുഫിൻ്റെ 100-ാമത്തെ വചനമാണ്. വറഫഅ അബവൈഹി അലൽ അർശ്, സിംഹാസനത്തിൻ്റെ മുകളിൽ തൻ്റെ പിതാവിനെ ഇരുത്തി യൂസുഫ് നബി അലൈഹിസ്സലാം. വഖറൂ ലഹു സുജ്ജദാ, അവർ അദ്ദേഹത്തിൻ്റെ മുൻപിൽ പ്രണാമം ചെയ്യുന്നവരായി വീണു. ഈ ആയത്ത് നിങ്ങൾ പരിശോധിക്കണം. ഖറൂ ലഹു സുജ്ജദാ, സുജൂദിൽ വീണു എന്ന് പറഞ്ഞാൽ പ്രണാമം അർപ്പിക്കാൻ വേണ്ടി വീണു എന്ന് പറഞ്ഞാൽ ആരാധന രീതിയിലുള്ള പ്രണാമമല്ല അത്.
അത് ആദരവിൻ്റെതാണ്. ഇവിടെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, ഈ ആദരവും ആരാധനയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. കാഴ്ചയിൽ ഒരുപോലെയാണെങ്കിലും അതിന് വലിയ വ്യത്യാസമുണ്ട്. കണ്ടോ, സുജൂദ് ചെയ്തു എന്നാണ് ഖുർആൻ പറഞ്ഞത്. പ്രണാമം അർപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് ആരാധനരതയുടെ രീതിയിലല്ല, അത് ആദരവിൻ്റെ രീതിയിലാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ സയ്യിദന്മാരെ, പ്രവാചക കുടുംബത്തിലെ പരമ്പരയിലെ ആളുകളെ, നല്ല ആലിമീങ്ങളെയൊക്കെ, മാതാപിതാക്കളെയൊക്കെ നമ്മൾ കൈപിടിച്ച് ചുംബിക്കാറുണ്ട്, അല്ലേ? കൈപിടിച്ച് ചുംബിക്കാറുണ്ട്. നമ്മുടെ നാട്ടിലെ മലയാളത്തിലെ ചില സഹോദരങ്ങളെങ്കിലും അത് എതിർക്കുന്നുണ്ട്. എന്നിട്ട് അവർ പറയുന്നത് അതൊക്കെ ആരാധനയാണ് എന്നാണ് അവർ പറയാറുള്ളത്. ആരാധനയാണ് എന്നാണ്. അങ്ങനെയല്ല ഹബീബിങ്ങളെ, അത് സ്നേഹം കൊണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആദരവ് കൊണ്ട് ചെയ്യുന്ന ഒന്നാണ്. ഇപ്പം നമ്മളൊരു മസാറിൽ പോയി അവിടെ ഒന്ന് ചുംബിച്ചു എന്നതുകൊണ്ട് അത് ശിർക്കാവുകയോ അത് ആരാധനയാവുകയോ ചെയ്യില്ല. എന്തുകൊണ്ട്? പോകുന്ന ആൾക്ക് ഉറപ്പാണ് അവിടെയുള്ള ആൾ അള്ളാഹു അല്ല എന്നുള്ളത് ഉറപ്പാണ്. നമ്മളൊരു സയ്യിദിൻ്റെ കൈ പിടിച്ച് ചുംബിക്കുമ്പോൾ നമുക്ക് ഉറപ്പാണ് അത് അള്ളാഹു അല്ല എന്ന്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? നല്ല പ്രായമുള്ള ഒരു ആലിമിനെ നമ്മൾ പിടിച്ച് ചുംബിക്കുമ്പോൾ, അയാളുടെ കൈ പിടിച്ച് ചുംബിക്കുമ്പോൾ അത് അത് ആരാധന കൊണ്ടാണെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? അത് അള്ളാഹു ആണെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? ഇല്ല. ഒരു മസാറിൽ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന മഹാരഥനായ ഒരാൾ അത് അള്ളാഹു ആണ് എന്ന് നമ്മളാരും വിശ്വസിക്കുന്നില്ല. അങ്ങനെ വിശ്വസിച്ച് അങ്ങനെ ചെയ്യുമ്പോഴാണ് തെറ്റ് വരുന്നത്. അപ്പോൾ ചുംബിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത്. ഇവിടെ യാക്കൂബ് നബി അലൈഹിസ്സലാമയുടെ ആ വരവ് പറഞ്ഞിട്ട് ഖുർആൻ പറയാണ് അവരുടെ മുന്നിൽ സുജൂദ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ശരിക്ക് ആദരവാണ്. മനസ്സിലായോ? ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അഖ്സ ഗായത്തുൽ ഹുളൂ വത്തദല്ലുൽ എന്നാണ്. പരമമായ കീഴ്വഴക്കം എന്നാണ്. പരമമായ കീഴ്വഴക്കം അള്ളാഹുവിനോട് മാത്രമേ പാടൂ. അക്കാര്യത്തിൽ ആർക്കും സംശയം ഇല്ല. പക്ഷെ നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ കീഴടക്കം പ്രകടിപ്പിക്കാറില്ലേ? മാതാപിതാക്കളോട് നമ്മൾ ആദരവ് പ്രകടിപ്പിക്കാറില്ലേ? വിനയം പ്രകടിപ്പിക്കാറില്ലേ? അതിൻ്റെ പേരിലൊക്കെ അത് ആരാധനയായി മാറുമോ? ഇത് നമ്മൾ കൃത്യമായി ചിന്തിക്കണം. എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോഴേക്ക് അത് ശിർക്കാണ്, അത് തെറ്റാണ് എന്ന് പറയുന്നത് ശരിയല്ല. അത് നമ്മുടെ വിശ്വാസം നിയ്യത്തുമാതിരി ഇരിക്കും. ദുആ ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട്. ഒന്നുകൂടി ലാസ്റ്റ് പറഞ്ഞാൽ മതി കേട്ടോ, ഇൻഷാ അല്ലാഹ്. യൂസുഫ് നബി അലൈഹി സ്വലാമയുടെ യഥാർത്ഥ മാതാവിൻ്റെ പേരെന്താന്ന് നമ്മൾ പറഞ്ഞത്? കുറേ ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്, മറന്നുപോയോന്നറിയില്ല. ശരിക്ക് പ്രസവിച്ച യൂസുഫ് നബി അലൈഹി സ്വലാമയുടെ മാതാവിൻ്റെ പേരെന്താണ്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഇവിടെ വന്നിരിക്കുന്നത് യൂസുഫ് നബി അലൈഹി സ്വലാമയുടെ ശരിക്കുള്ള ഉമ്മയല്ല, റയ്യയാണ് വന്നിട്ടുള്ളത്, ലയ്യയാണ് വന്നിട്ടുള്ളത്. യൂസുഫ് നബി അലൈഹി സ്വലാമയുടെ സ്വന്തം ഉമ്മയുടെ പേരെന്താണ്? സ്റ്റക്കായോ? വീണ്ടും സ്റ്റക്കായോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഹബീബിങ്ങളെ? 1K ഷെയർ ആയിട്ടുണ്ട്. റഹീൽ, അജ്മൽ റഷീദ് എഴുതിയിരിക്കുന്നു റഹീൽ. റിൻസ മുഹമ്മദ് എഴുതിയിരിക്കുന്നു റഹീൽ. ജാഫർ റഹീൽ. സാജിദ കിഴക്കേട്ട് റഹീൽ. അബ്ദുള്ള വർക്കല റഹീൽ. ഓക്കെ. റിഷാദ് റഹീൽ. ഷാനി സുബൈദ റഹീൽ. ഒരുപാട് ആൾക്കാർ എഴുതിയിട്ടുണ്ട്. സമീറ ഷെരീഫ്, അൻവർ കുട്ടിക്കുളം, അഷ്റഫ് പലോട്ടിൽ, അബ്ദുൽ കബീർ PA, അല്ല കബീർക്ക് ഓക്കെയാണെന്ന് എഴുതിയിട്ടുണ്ട്. ഇഷ്ക് മദീന, കുഞ്ഞുമോൾ ഹൈദരലി, റയ്യ അല്ല റഹീൽ കേട്ടോ, റഹീൽ. ജസ ഹാഷ്മി റഹീൽ. മാഷാ അല്ലാഹ്, കുറേ ആൾക്കാർ എഴുതിയിട്ടുണ്ട്. റാഹീലാണ്. അവരന്ന് ജീവനോടെ ഇല്ല, വഫാത്തായിട്ടുണ്ട് നമ്മൾ പറഞ്ഞു. സഹോദരന്മാരെല്ലാം സിംഹാസനത്തിന്റെ മുമ്പിലായും യൂസുഫ് നബി അലൈഹി സ്വലാം ഇരുത്തി.
യാക്കൂബ് നബി അലൈഹി സ്വലാമയ്ക്ക് താമസിക്കാൻ വേണ്ടി പ്രത്യേകമായ ഒരു കൊട്ടാരം പണിയാമെന്ന് യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞപ്പോൾ യാക്കൂബ് നബി പറഞ്ഞു, വേണ്ട മകനെ, എനിക്ക് അല്ലാഹുവിനെ ആരാധിക്കാൻ ഒരു കുടിലു മതി, ഒരു കുടില് മാത്രം മതി എനിക്ക്. ജ്യേഷ്ഠന്മാർ ചെയ്ത എല്ലാ തെറ്റുകൾക്കും മാപ്പ് ചെയ്തു കൊടുത്തു. അവർക്കെല്ലാം അനുയോജ്യമായ വാസസ്ഥലങ്ങൾ നൽകിക്കൊണ്ട് എല്ലാവരെയും വളരെ അന്തസ്സോടെയും ആഭിജാത്യത്തോടെയും കൂടി അവിടെ താമസിപ്പിച്ചു. രാജ്യകാര്യങ്ങളിൽ ഏർപ്പെടുന്നതിനിടയിൽ പിതാവിൻ്റെ ഉപദേശം സ്വീകരിക്കാൻ വേണ്ടി യൂസുഫ് നബി അലൈഹിസ്സലാം പിതാവിൻ്റെ സമീപത്ത് എപ്പോഴും എത്തിച്ചേർന്നു. അപ്പൊ യാക്കൂബ് നബി അലൈഹിസ്സലാം ചോദിക്കുന്നുണ്ട് ഒരു ചോദ്യം, മകനെ, എത്ര വർഷമായി കടന്നുപോയിട്ട് നീ എന്തുകൊണ്ട് നീ ജീവിച്ചിരിക്കുന്ന കാര്യം ഒരു കത്ത് മുഖേന എന്നെ അറിയിച്ചില്ല? ഈ സംശയം നമുക്കുണ്ടായിരുന്നില്ലേ? എത്രയോ കാലമായി മിസ്രിന്റെ രാജാവായിട്ട് പോലും തൻ്റെ പിതാവ് വേദനിക്കുന്നു എന്ന് അറിഞ്ഞിട്ട് പോലും എന്തേ യൂസുഫ് നബി അലൈഹിസ്സലാം ആ വിവരം യാക്കൂബ് പ്രവാചകനെ അറിയിക്കാതിരുന്നത് എന്ന സംശയം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പറ. അങ്ങനെ സംശയം ഉണ്ടായിട്ടില്ലേ? യൂസുഫ് കിസ്സ കേൾക്കുമ്പോൾ മുമ്പ് പലപ്പോഴും കേട്ടതല്ലേ? എന്തുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടായില്ല? രാജാവിന് എന്തൊക്കെ സംവിധാനങ്ങളുണ്ട്, പോസ്റ്റൽ സൗകര്യങ്ങളുണ്ട്, ഭടന്മാരുണ്ട്. എന്തുകൊണ്ട് യാക്കൂബ് പ്രവാചകനെ അറിയിച്ചില്ല? ആ സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പറയൂ. നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നെങ്കിൽ പറയൂ. അജ്മൽ റഷീദ് ഉണ്ട്, അന്തു ചന്തോത്ത് ഉണ്ട്, എല്ലാവരും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അതിന് മറുപടി പറയാം. എനിക്കുണ്ടായിരുന്നു, പണ്ട് ഈ സംശയം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടത് പറഞ്ഞില്ല? നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിൻ്റെ ഡീറ്റെയിലായി പറയാനാണല്ലോ എപ്പോഴും ശ്രമിക്കാറുള്ളത്. അല്ല ഓറലായി പറഞ്ഞു പെട്ടെന്ന് തീർക്കതൊക്കെ. പക്ഷെ നമ്മൾ കൃത്യമായി പറഞ്ഞു പോകാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. കുറേ ആൾക്കാർ പറയുന്നുണ്ട് സംശയമുണ്ട്. പറയാം. മകനെ, എന്തുകൊണ്ട് നീ ഒരു കത്തയച്ചില്ല? ജീവിച്ചിരിക്കുന്ന വിവരം നീ എന്താണ് എന്നോട് പറഞ്ഞില്ല? അപ്പോൾ യാക്കൂബ് നബി അലൈഹിസ്സലാമയുടെ കൈ പിടിച്ചിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാം തൻ്റെ ഓഫീസ് റൂമിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു മൂലയിലതാ ധാരാളം കടലാസുകൾ കിടക്കുന്നുണ്ട്. അല്ലെങ്കിൽ എഴുതാൻ ഉപയോഗിച്ച മാധ്യമങ്ങൾ കിടപ്പുണ്ട്. യാക്കൂബ് പ്രവാചകൻ ചോദിച്ചു, എന്തേ മകനെ യൂസുഫേ, ഈ കാണുന്നതെല്ലാം എന്താണ്? അപ്പോൾ പറഞ്ഞു, ഞാനതെല്ലാം അങ്ങേക്ക് കത്തയക്കാൻ വേണ്ടി ഉപയോഗിച്ച വസ്തുക്കളാണ്. യാക്കൂബ് പ്രവാചകൻ തൻ്റെ ആദ്യ ചോദ്യം വീണ്ടും ആവർത്തിച്ചു, കത്തയക്കാതെ ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടിട്ട് എന്താണ് കാര്യം? അപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാം പറയുകയാണ്, ബാപ്പാ, ഓരോ തവണ കത്തെഴുതി ഞാനത് അയക്കാൻ ശ്രമിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ സമയം ഇറങ്ങി വരും. വീണ്ടും സ്റ്റക്കായോ? എന്താണ് ചെയ്യുക റബ്ബേ? വീണ്ടും സ്റ്റക്കായോ? ഓക്കെ ആണെങ്കിലൊന്ന് പറയൂട്ടോ. ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് പറയും, സമയമായിട്ടില്ല യൂസുഫേ, സമയമായിട്ടില്ല യൂസുഫേ, നിങ്ങൾ ധൃതി കാണിക്കരുത് യൂസുഫേ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എപ്പോഴും എന്നോട് വന്ന് പറയും. ഞാനപ്പോൾ ആ കത്തിവിടെ വെക്കാറാണ് പതിവ്.
അപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു, ഉപ്പാ, വഹയുമായി വരുന്ന ആളല്ലേ ജിബ്രീൽ, അങ്ങേക്കൊന്ന് ചോദിച്ചുകൂടെ? എന്റെ പിതാവേ, അങ്ങയുടെ വേദന അവസാനിപ്പിക്കാൻ എൻ്റെ മകൻ്റെ കത്തെന്തിനാണ് തടസ്സപ്പെടുത്തുന്നത് എന്ന്, എന്താണ് കാരണമെന്ന് ജിബ്രീലിനോട് ഉപ്പ നിങ്ങളൊന്ന് ചോദിക്കണമേ. പിന്നീട് വഹയുമായി വന്നപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമയോട് യാക്കൂബ് പ്രവാചകൻ അലൈഹിസ്സലാമ ചോദിച്ചു, ജിബ്രീലേ, വേദനയുടെ മൗനനൊമ്പരം അനുഭവിക്കുന്ന എനിക്ക് തൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന സന്ദേശമയക്കാൻ വേണ്ടി എൻ്റെ മകൻ ശ്രമിക്കുമ്പോഴെല്ലാം നിങ്ങൾ വന്നിട്ട് തടസ്സപ്പെടുത്തി സമയമായിട്ടില്ലെന്ന് പറഞ്ഞല്ലോ ജിബ്രീലേ, എന്താണ് അതിൻ്റെ കാരണമെന്ന് ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞ മറുപടി, ഹബീബിങ്ങളെ, ഇതിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു കഥ കേൾക്കാനോ ചരിത്രം കേൾക്കാനോ മാത്രമല്ല, അഹ്സനുൽ ഖസസായ കഥ കേൾക്കാൻ വേണ്ടി മാത്രമല്ല, പകരം ഒരുപാട് അനുഭവങ്ങൾ വർത്തമാനകാലത്തേക്ക് നമുക്കതിൽ നിന്ന് പകർത്തിയെടുക്കാനുണ്ട്. ജിബ്രീൽ മറുപടി പറയുകയാണ്, യാക്കൂബ്, യൂസുഫിനെ അലൈഹിസ്സലാം ജ്യേഷ്ഠന്മാരോടൊപ്പം നിങ്ങൾ കാട്ടിലേക്ക് ആട്ടിനെ മേയ്ക്കാൻ വേണ്ടി പറഞ്ഞയക്കുമ്പോൾ അദ്ദേഹത്തിന് ചെന്നായ കടിക്കുമെന്ന് അങ്ങ് ഭയം പ്രകടിപ്പിച്ചിട്ടുണ്ട്, അല്ലേ? ഓർക്കുന്നുണ്ടോ? ചെന്നായ കടിക്കുമെന്ന് അങ്ങ് ഭയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. വീണ്ടും സ്റ്റക്കായി തോന്നുന്നു. ഓക്കെ ആണോ? ഓക്കെ, അതൊരു ഇടവേള എടുത്തുകൊണ്ടാണ് അതുകൊണ്ട് ഒക്കെ ഒരു പ്രശ്നമായത്. യാക്കൂബ് നബി അലൈഹി സ്വലാമയോട് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ മകനെ പറഞ്ഞയക്കുമ്പോൾ ചെന്നായ പിടിക്കുമെന്ന് നിങ്ങൾ ഭയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവാണ് സർവരുടെയും രക്ഷകർത്താവ് എന്ന് പരമാർത്ഥം അങ്ങ് ആ ഒരൊറ്റ നിമിഷത്തിൽ മറന്നുപോയി പ്രവാചക. ആ അപരാധത്തിന് അങ്ങ് യൂസുഫുമായി 40 കൊല്ലക്കാലം അകന്നിരിക്കണമെന്നത് അള്ളാഹുവിൻ്റെ നിശ്ചയമായിരുന്നു നബിയെ. ആ കാലം അത്രയും കത്തയക്കുന്നതിൽ നിന്ന് യൂസുഫിനെ തടയേണ്ടത് എൻ്റെ ചുമതലയായിരുന്നു നബിയേ എന്ന് യാക്കൂബ് പ്രവാചകൻ അലൈഹിസ്സലാമയോട് ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി പറഞ്ഞു. മനസ്സിലായോ ഹബീബിങ്ങളെ? മനസ്സിലായോ പറഞ്ഞത്? ആടിനെ മേയ്ക്കാൻ വേണ്ടി പറഞ്ഞയക്കുമ്പോൾ യാക്കൂബ് പ്രവാചകൻ മക്കളോട് പറയുന്നുണ്ട്, മക്കളെ, എൻ്റെ കുട്ടിനെ നന്നായി നോക്കണം കേട്ടോ, ചെന്നായ പിടിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. യാക്കൂബ് പ്രവാചകൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതിരി ഒരു സാധാരണ മനുഷ്യനല്ല. നമ്മുടെ തവക്കുലല്ല പ്രവാചകന്മാരുടെ തവക്കുൽ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു നിമിഷം പോലും അള്ളാഹു എന്ന ചിന്തയിൽ നിന്ന് പ്രവാചകന്മാർക്ക് മാറി നിൽക്കാൻ പാടില്ല. നമ്മുടെ നിയമങ്ങളല്ല പ്രവാചകന്മാർക്കുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഒരു നിമിഷത്തെ നേരം കൊണ്ട് അള്ളാഹുവിൽ തവക്കുലാക്കുന്നതിനു പകരം മക്കളെ തവക്കുലാക്കിയ പ്രവാചകൻ ഒരു നിമിഷത്തെ അപരാധത്തിന് 40 കൊല്ലമാണ് അള്ളാഹു ആ പ്രവാചകനെ വേദനിപ്പിച്ചത്. മനസ്സിലാകുന്നുണ്ടോ? അതാണ് കാര്യം. അതാണ് പ്രവാചകന്മാരുടെ അവർക്ക് മഹത്വം മാത്രമല്ല, ഇത്തരം കാര്യങ്ങളിൽ കർശനമായ നിലപാടുകളും ഉണ്ട്. വീണ്ടും സ്റ്റക്കായി. ഇനി ഇടവേള വേണ്ട. വാപ്പു പുളിക്കൽ വാപ്പു. ഇൻഷാ അല്ലാഹ് മനസ്സിലായിണ്ടാവുമല്ലോ. അപ്പൊ നമ്മള് പ്രവാചകന്മാരൊന്നും അല്ലെങ്കിൽ പോലും നമ്മളൊക്കെ എത്ര തവക്കുലിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ പിന്നോട്ടാണ്.
അള്ളാഹുവിൽ തവക്കുലാക്കുക. അള്ളാഹു വിധിച്ചേ സംഭവിക്കുള്ളൂ. അള്ളാഹു നമുക്ക് ഖൈറ് വിധിക്കട്ടെ, എപ്പോഴും ഖൈറ് വിധിക്കട്ടെ. ദിവസങ്ങളും മാസങ്ങളും കടന്നു പോവുകയാണ്. 24 കൊല്ലക്കാലം യാക്കൂബ് നബി അലൈഹിസ്സലാം യൂസുഫ് നബി അലൈഹിസ്സലാമയോടൊപ്പം താമസിച്ചു. 24 കൊല്ലക്കാലം. പുതിയ ഒത്തിരി അറിവുകൾ. മാഷാ അല്ലാഹ്. മുഹ്സിൻ മാമു, മാഷാ അല്ലാഹ്. നമ്മൾ പുതിയത് പരമാവധി പറയാൻ ശ്രമിക്കാറുണ്ട്. നിങ്ങൾ പുതിയ ആളായത് കൊണ്ടാണ്. 24 കൊല്ലക്കാലമാണ് യാക്കൂബ് നബി അലൈഹിസ്സലാമയോടുകൂടെ യൂസുഫ് നബി അലൈഹിസ്സലാം പിന്നീട് താമസിക്കുന്നത്. പകല് മുഴുവൻ അദ്ദേഹത്തിന് നോമ്പായിരുന്നു. രാത്രി സമയം മൊത്തം നിസ്കാരവും പ്രാർത്ഥനയുമായിരുന്നു. അങ്ങനെയാണ് യാക്കൂബ് പ്രവാചകൻ തൻ്റെ ശിഷ്ടജീവിതം ജീവിച്ചു തീർത്തത്. 24 കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞു, യാക്കൂബ് നബിയേ, അങ്ങയുടെ പൂർവ്വപിതാക്കളുടെ ആത്മാക്കൾക്ക് അങ്ങയെ കാണുന്നതിന് വളരെ ആശ ഉളവായിരിക്കുന്നു നബിയേ. അങ്ങയുടെ അവധി കഴിയാറെയായിരിക്കുന്നു നബിയേ. യാക്കൂബ് നബിക്ക് മനസ്സിലായി, ദുനിയാവിൽ നിന്ന് മടങ്ങാൻ സമയമായി. യൂസുഫ് നബി അലൈഹിസ്സലാമയോട് കാര്യം പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, മകനെ, ബൈത്തുൽ മുഖദ്ദസിൽ പോയി സ്വപിതാക്കന്മാരുടെ ഖബറുകളൊന്ന് സന്ദർശിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാം അത് അനുവദിക്കുകയും അദ്ദേഹത്തെ യാത്രയയക്കുകയും ചെയ്തു എന്നൊരു അഭിപ്രായമുണ്ട്. യാക്കൂബ് നബി അലൈഹിസ്സലാമയോടുകൂടെ കുറെ ദൂരം യൂസുഫ് നബി അലൈഹിസ്സലാമും പട്ടാളവും അനുഗമിച്ചു. വേറെ ഒരു നിവേദനത്തിൽ ഇങ്ങനെയാണ്, യാക്കൂബ് നബി മിസ്രിൽ നിന്ന് പുറപ്പെടാൻ ഉദ്ദേശിച്ചപ്പോൾ മക്കളെ വിളിച്ചു വരുത്തി അദ്ദേഹം അവരോട് പറഞ്ഞു, നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത്? അള്ളാഹുവിനെ അല്ലാതെ ഞങ്ങൾ ആരെയും ആരാധിക്കുന്നില്ല പിതാവേ എന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയിൽ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു യാത്രക്കൊരുങ്ങുമ്പോൾ മക്കളോടുള്ള ഒരു അഡ്വൈസ് ആയിരുന്നു അത്. 24 കൊല്ലം കഴിഞ്ഞു പോയി. യാക്കൂബ് നബി അലൈഹിസ്സലാം വഫാത്താവുകയാണ്. യാക്കൂബ് നബി വസിയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ജനാസ ഷാമിൽ കൊണ്ടുപോയി മറവ് ചെയ്യണം, എൻ്റെ പൂർവ്വപിതാമഹന്മാരുടെ സമീപത്തന്നെ മറവ് ചെയ്യണമെന്നും യൂസുഫ് നബി അലൈഹിസ്സലാം അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ 12 പുത്രന്മാർക്കും മിസ്രിൽ ഓരോ പുത്രന്മാർ വീതമുണ്ടായെന്നും അവരിൽ നിന്നുണ്ടായ സന്തതികളാണ് ഇസ്രയേൽക്കാരുടെ സാക്ഷാൽ പിതാക്കളെന്നും ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. ഈ 12 മക്കളിൽ നിന്ന് മക്കളുണ്ടായി, ആൺമക്കളുണ്ടായി. അവരുടെ പരമ്പരയാണ് ഇസ്രായേൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇസ്രായേൽ പ്രവാചകന്മാർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പലസ്തീനടുത്തുള്ള ഇസ്രായേൽ എന്ന രാജ്യത്തെ കുറിച്ചല്ല ഈ പറയുന്നത്. ബനൂ ഇസ്രായേൽ. ഖുർആൻ പല സ്ഥലത്തും അത് പറയുന്നുണ്ട് അല്ലേ? വഇദ് ഖാല ഈസ ഇബ്നു മറിയം യാ ബനീ ഇസ്രായേൽ. പല സ്ഥലത്തും അങ്ങനെ ഇസ്രായേൽ എന്ന് പറയുന്നുണ്ട്. ഇല്ലേ? നിങ്ങൾ കേട്ടിട്ടില്ലേ? ഖുർആനിൽ നിങ്ങൾ അങ്ങനെ ആ വാക്ക് കേട്ടിട്ടില്ലേ? ഇസ്രായേൽ, ബനു ഇസ്രായേൽ. ബനു ഇസ്രായേലിൽ ധാരാളം പ്രവാചകന്മാർ വന്നു. ആ പ്രവാചകന്മാരെല്ലാം യാക്കൂബ് പ്രവാചകന്റെ 12 മക്കളുടെ ആൺകുട്ടികളുടെ പരമ്പരയാണ്. ഓക്കെ. അറബ് പരമ്പര ഉണ്ടാകുന്നത് ഇസ്മായിൽ നബി അലൈഹിസ്സലാമയിലൂടെയാണ്. ഇബ്രാഹിം നബിയുടെ മകനായ ഇസ്മായിലൂടെയാണ് അറബ് വംശം ഉടലെടുക്കുന്നത്. യാക്കൂബ് നബി അലൈഹിസ്സലാമയുടെ പരമ്പരയിലൂടെയാണ് ഇസ്രായേൽ വംശം ഉടലെടുക്കുന്നത്. മനസ്സിലായോ? അത് മനസ്സിൽ ഓർത്തു വെച്ചോളൂ, എന്നെന്നും ഓർത്തു വെച്ചോളൂ. അറബ് വംശത്തിലാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നത്, ഇസ്മായിലി പരമ്പരയിൽ.
ഓക്കെ. യൂസുഫ് നബിയുടെ പുത്രനായ, ഞാൻ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന്, അഫ്രാത്തീം എന്ന് പറഞ്ഞ ആ മകനിന് നൂൻ എന്നു പേരായ ഒരു പുത്രൻ ഉണ്ടായിട്ടുണ്ട്. യാക്കൂബ് നബിയുടെ മകനായ യൂസുഫ് നബിയുടെ മകനായ അഫ്രാത്തീൻ എന്നയാൾക്ക് നൂൻ എന്ന് പറഞ്ഞ ഒരു മകനുണ്ടായിട്ടുണ്ട്. ആ നൂനിന്റെ മകനാണ് മഹാനായ സയ്യിദുനാ യൂശ നബി അലൈഹിസ്സലാം. എഴുതി വെച്ചോളൂ, നമ്മുടെ പരീക്ഷ വരുമ്പോൾ അത് ചോദിക്കും. യൂശ നബി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? അതാരാണ്? യൂസുഫ് നബിയുടെ മകനായ അഫ്രാത്തീൻ എന്ന ആളുടെ മകനായ നൂൻ എന്ന ആളുടെ മകനാണ് യൂശ നബി അലൈഹിസ്സലാം. ഒരു പുതിയ വിവരല്ലേ അത്? 273 ആൾക്കാരുണ്ട്. ബി ഹക്കി മുഹമ്മദിൻ 10 ട്ടാ. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ. അങ്ങനെ മിസ്ർ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭരണസാരഥ്യം ധാരാളം കൊല്ലക്കാലം യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ മക്കളിലാണ് ഉണ്ടായത്. പിന്നീടാണ് ഫറോവൻ വംശം ഈജിപ്ത് പിടിച്ചടക്കുന്നത്. അങ്ങനെ യാക്കൂബ് നബി അലൈഹിസ്സലാം മരിച്ചപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാമക്ക് അതികഠിനമായ വേദനയുണ്ടായി, വളരെ വലിയ സങ്കടമുണ്ടായി. മലക്കുകൾ പോലും യൂസുഫ് നബി അലൈഹിസ്സലാമയെ സാന്ത്വനപ്പെടുത്തിയിട്ടുണ്ട്. മലക്കുകൾ പോലും വന്നിട്ട് യൂസുഫ് നബി അലൈഹിസ്സലാമയെ സാന്ത്വനപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ തൻ്റെ പിതാവിൻ്റെ വിയോഗം സഹിക്കവയ്യാതെ യൂസുഫ് നബി അലൈഹിസ്സലാം എപ്പോഴും വേദനയിലായിരുന്നു. യൂസഫ് സൂറത്തിൻ്റെ അവസാന ഭാഗത്ത് യാക്കൂബ് യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥനയുണ്ട്. ഹലോ ഹബീബിങ്ങളെ, ബാപ്പ മരിച്ചു പോയപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാമിന് മിസ്ർ എന്ന രാജ്യത്തിൻ്റെ ഭരണം പോലും വേണ്ട എന്ന് തോന്നിപ്പോയി. അവിടുന്ന് ദുആ ചെയ്യുന്നത് സൂറത്ത് യൂസുഫ് പറയുന്നുണ്ട്. റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്ക് വഅല്ലംതനീ മിൻ തഅ്വീലിൽ ഹദീസ് ഫാത്തിറസ് സമാവാതി വൽ അർള് അൻത വലി ഫിദ്ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമാ വൽഹിഖ്നി ബിസ്സാലിഹീൻ. ഹബീബിങ്ങളെ, യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ദുആ അങ്ങ് മാറാൻ തുടങ്ങി. ബാപ്പ മരിച്ചപ്പോഴുള്ള വേദന സഹിക്കാൻ കഴിയാതെ ആ പ്രവാചകന്റെ ദുആ നമുക്കൊരു പാഠമാണ്. റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്ക്, നീ എനിക്ക് രാജാധികാരം നൽകി തമ്പുരാനെ. വഅല്ലംതനീ, നീ എന്നെ പഠിപ്പിച്ചു തമ്പുരാനെ. മിൻ തഅ്വീലിൽ അഹാദീസ്, സ്വപ്ന വ്യാഖ്യാനം നീ എന്നെ പഠിപ്പിച്ചു തമ്പുരാനെ. ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ജ്ഞാനമാണ് സ്വപ്ന വ്യാഖ്യാനം എന്ന് പറയുന്നത്. എന്നിട്ട് യൂസുഫ് പ്രവാചകൻ പറയുന്നത് ഇങ്ങനെയാണ്. ഫാത്തിറസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ നിയന്ത്രണമുള്ള റബ്ബേ,
തവഫനി മുസ്ലിമാ വൽഹിഖ്നി ബിസ്സാലിഹീൻ. നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ റബ്ബേ, നീ എന്നെ മുഅ്മിനീങ്ങളിൽ സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ റബ്ബേ. യാക്കൂബ് പ്രവാചകൻ വഫാത്തായി 33 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഈ 33 കൊല്ലം യൂസുഫ് നബി അലൈഹിസ്സലാം പിന്നെ അധികം ചിരിക്കാറില്ല. കൊട്ടാരത്തിനോട് വിരക്തി തോന്നി, ഭൗതികാഡംബരങ്ങളോട് വിരക്തി തോന്നി, ദുനിയാവിൻ്റെ സുഖങ്ങളോട് വെറുപ്പ് തോന്നി. പരലോകത്തെ സുഖമാണ് ഏറ്റവും വലുത് എന്ന് മഹാനവറുകൾ ചിന്തിച്ചു. ഇന്ന് നമുക്ക് നിർത്താം. നാളെ നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗം പറയാം. എപ്പോഴും അപ്പോൾ യാക്കൂബ് നബി അലൈഹി സ്വലാം ഇഹലോകവാസം വെടിഞ്ഞ് 33 കൊല്ലം കഴിഞ്ഞിട്ടാണ് യൂസുഫ് നബി അലൈഹി സ്വലാം വഫാത്താകുന്നത് കേട്ടോ. അപ്പോൾ ആ വഫാത്താകുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അവരിങ്ങനെ ദുആ പോലെ പറഞ്ഞ പണി, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക് വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ്. അതിൽ ഭയങ്കരമായ ഒരു അർത്ഥമുണ്ട്. അത് നമുക്കും അത് ദുആ ചെയ്യാം. പക്ഷേ നമ്മുടെ ആ മുൽക്ക് എന്നുള്ളിടത്ത്, രാജാധികാരം എന്നുള്ളിടത്ത് നമുക്ക് ലഭ്യമായ ഏതെങ്കിലുമൊക്കെ കഴിവിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. അത്ഭുതകരമായ ആ പ്രാർത്ഥനയുടെ ഫലം എന്താണെന്ന് നമുക്ക് നാളെ ഇൻഷാ അല്ലാഹ് പറയാം. ഓക്കെ പോരെ? എനിക്ക് ചുമച്ച് പുറത്തുപോയി തുപ്പിക്കളയൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് ഇപ്പം സഹിച്ച് സംസാരിക്കുകയാണ്. അത് ഒരു ടേണിംഗ് പോയിൻ്റാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ, അല്ലേ? സകല സുഖങ്ങളുടെ പാരമ്യതയിലാണ് ആ പ്രവാചകൻ പ്രാർത്ഥിക്കുന്നത്. എനിക്ക് നീ രാജാധികാരം നൽകി, സ്വപ്ന വ്യാഖ്യാനം നൽകി. അപ്പോൾ നമ്മളത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് രാജാധികാരം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സ്ഥാനമാകട്ടെ, അധികാരമാകട്ടെ, ഇനി വീട്ടിൽ ഉള്ള അധികാരമാകട്ടെ, വല്ലം തനീമിൻ തഅ്വീൽ ഹദീസ് എന്ന് പറഞ്ഞ സ്വപ്ന വ്യാഖ്യാനം ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഒരു ജ്ഞാനമാണ് സ്വപ്ന വ്യാഖ്യാനം. ഇപ്പം ഈ കാലത്ത് നമുക്ക് ഏത് ബിരുദം കിട്ടിയാലും ശരി, അതൊക്കെ അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹമാണ്. ഭൗതികമാകട്ടെ മതപരമാകട്ടെ. ഞാനങ്ങനെ മതഭൗതികം എന്ന് വേർതിരിക്കുന്ന ഒരാളല്ല. അത് അള്ളാഹു നൽകിയതാണ്, അല്ലേ, വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. പടച്ചോനെ, നീയാണ് ആകാശ ലോകങ്ങളുടെ നിയന്ത്രണം. അതുകൊണ്ട് നീ എന്നെ മുസ്ലിമായി മരിപ്പിക്ക്. അധികാരവും പ്രശസ്തിയും പേരും ഒക്കെ അവിടെ ഉണ്ടായി, എന്നാലും തവഫനി മുസ്ലിമാ, നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാ എന്നാണ് ദ്വാരിക്കുന്നത്. വൽഹിഖ്നി ബിസ്സാലിഹീൻ, നീ എന്നെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. നമുക്ക് നാളെ പറയാം.
എന്തായാലും നിങ്ങളെല്ലാവരും നാളെ വേണം. കാരണം നമ്മളൊക്കെ അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ്. എല്ലാം നമുക്ക് അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ പോലും മുസ്ലിമായി മരിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. അത് ലഭിച്ചില്ലെങ്കിൽ പിന്നെ എന്താണ് കാര്യം? ഞാൻ ചോദിക്കട്ടെ, ഒന്ന് സ്റ്റക്കായി. ഓക്കെ ആയോ? ഒന്ന് പറയൂ. ഓക്കെ ആയോ? ഓക്കെ എങ്കിൽ പറയട്ടോ. അത് ഇവിടെ സ്റ്റക്കായിരുന്നു. ഓക്കെ താങ്ക് യു. അതായത് ഇതുകൂടി പറഞ്ഞ് നമുക്ക് നിർത്താം. നമ്മുടെ ഒരു മകനെ അല്ലെങ്കിൽ മോളെ നമ്മൾ പഠിപ്പിച്ചു. SSLCക്ക് എല്ലാ വിഷയത്തിലും A+ ആണ് ലഭിച്ചത്. തുടർന്ന് അവൻ +1 പഠിച്ചു, +2 പഠിച്ചു, ഡിഗ്രിക്ക് പഠിച്ചു. പിന്നീട് അവൻ സിവിൽ സർവീസ് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. സിവിൽ സർവീസിന് പഠിച്ചു. ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റായ മാർക്ക് റാങ്കിൽ വന്ന് അവൻ അതിൻ്റെ സ്റ്റഡി ചെയ്ത് അതിന് പരിശീലനം കഴിഞ്ഞു. മസൂറിയിൽ പോയി സിവിൽ സർവീസിൻ്റെ പരിശീലനം കഴിഞ്ഞു. അവൻ കേരളത്തിലെ ഒരു ജില്ലയുടെ കലക്ടറായി വന്നു. ഓക്കെ, കേൾക്കുന്നുണ്ടോ? കേരളത്തിലെ ഒരു ജില്ലയുടെ കലക്ടറായി. അങ്ങനെ കുറേ വർഷം അങ്ങനെ ജില്ലാ കലക്ടറായി ധാരാളം പ്രശസ്തി കിട്ടി. അവൻ ജനകീയനായ കലക്ടറായിരുന്നു. ബ്രോ എന്നാണ് ജനങ്ങളൊക്കെ വിളിച്ചത് എന്ന് കരുതുക. അങ്ങനെ അദ്ദേഹത്തിന് വേറെ ഒരു വകുപ്പിലേക്ക് ഗവൺമെൻറ് നിയമനം മാറ്റി കൊടുത്തു, പ്രൊമോഷൻ കൊടുത്തു. അദ്ദേഹം ഏതെങ്കിലും ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ MD ആയി. ഓക്കെ, പിന്നെ നിങ്ങൾ അഡീഷണൽ സെക്രട്ടറി ആയി. അദ്ദേഹം ചീഫ് സെക്രട്ടറി ആയി. കേരളത്തിലെ ഒരു ഉദ്യോഗസ്ഥന് എത്തിപ്പെടാൻ കഴിയുന്ന ഏറ്റവും വലിയ പദവിയാണ് ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത്, അല്ലേ? കേരളം ഭരിക്കുന്നത് ശരിക്കും മന്ത്രിമാരല്ല, ഉദ്യോഗസ്ഥന്മാരാണ്. അപ്പോൾ ഈ കേരളത്തിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും തലവനാണ് ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നയാൾ. ഓക്കെ, അപ്പം നമ്മുടെ മകൻ ആരായി? ചീഫ് സെക്രട്ടറി ആയി. അങ്ങനെ 55 വയസ്സായി, 60 വയസ്സായി, അയാൾ വിരമിച്ചു. അങ്ങനെ വിരമിച്ചു കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അയാളുണ്ട് മരിച്ചു. കലക്ടറായ, അഡീഷണൽ കളക്ടറായ, ചീഫ് സെക്രട്ടറി ആയ നമ്മുടെ മകൻ അങ്ങ് മരിച്ചു. ആളുകളൊക്കെ വന്നു, ചില ആൾക്കാർ വന്നു, മുൻ ചീഫ് സെക്രട്ടറി മരിച്ചു, പത്രത്തിൽ TV-യിലൊക്കെ വാർത്ത വന്നു, അന്നത്തെ മന്ത്രിമാരൊക്കെ വന്നു, എല്ലാവരും വന്നു. അങ്ങനെ അയാൾ മയ്യത്തെടുത്ത് കുളിപ്പിച്ചു, മറവ് ചെയ്ത് ഖബറിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി വെച്ചു. ഖബറിൽ കൊണ്ടുപോയി വെച്ചപ്പോൾ അത്താനി മലക്കാനി അസ്വദാനി, 2 മലക്ക് വരും, മുൻകർ നക്കീർക്ക്, അല്ലേ? വരില്ലേ ഹബീബിങ്ങളെ? മുഅ്മിനീങ്ങളോട് മാത്രമാണ് ഈ സംസാരം. അവ 2 മലക്കുകൾ സ്റ്റക്കായി തോന്നുന്നുണ്ട്. ഒന്ന് പറയൂ. മെസ്സേജ് കാണുന്നില്ല. നിൽക്കണോ? പറയൂ, കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പൊ മലക്കുകൾ വന്നിട്ട് ചോദിക്കാണ്, മൻ റബ്ബുക്ക, നിന്റെ റബ്ബാരാണ്? വമൻ നബിയുക്ക, നിന്റെ നബി ആരാണ്? വമാ ദീനുക്ക, നിന്റെ ദീനേതാണ്? വമാ ഇമാമുക്ക, നിന്റെ ഇമാമേതാ? വമാ ഖിബിലത്തുക്ക, നിന്റെ ഖിബില ഏതാ എന്ന് ചോദിക്കും ചീഫ് സെക്രട്ടറിയോട്. അപ്പോ ചീഫ് സെക്രട്ടറിക്ക് മറുപടി പറയാൻ കഴിയണം. അതുവരെ പോലീസുകാർ സല്യൂട്ടടിച്ച കേരളത്തിലെ ഏറ്റവും വലിയ ഉന്നതനായ ഉദ്യോഗസ്ഥനായിരുന്ന മനുഷ്യൻ ഉത്തരം പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഫലമെന്താണ്? ആലോചിക്കുക നിങ്ങൾ. ആൾക്ക് റബ്ബാരാണെന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ
നബി ആരാണെന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ പറ, എന്താണ് സംഭവിക്കുക? ദുനിയാവിലെ ഏറ്റവും വലിയ പോസ്റ്റിലിരുന്ന മനുഷ്യ, മുൻകർ നക്കീറിന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? മുഅ്മിനീങ്ങളോട് മാത്രമാണ് ചർച്ച. പരലോകം ഇല്ല എന്ന് വിശ്വസിക്കുന്നവനോട് ഈ ചോദ്യമില്ല, ഈ വിശ്വാസമില്ല. സ്വർഗ നരകത്തെക്കുറിച്ച് ചിന്തിക്കുന്ന മുഅ്മിനീങ്ങളോട് മാത്രമാണ്. അപ്പൊ ഹബീബേ, നമ്മുടെ മകൻ ദുനിയാവിൽ ചീഫ് കളക്ടറായി, ചീഫ് സെക്രട്ടറിയായി എന്നതൊക്കെ നമ്മുടെ വലിയ 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 പേരും പെരുമയുമല്ലേ. പക്ഷെ മൻ റബ്ബുക എന്ന ചോദ്യത്തിന് അയാൾക്ക് ഉത്തരം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തീർന്നില്ലേ, പരിപാടി തീർന്നു. മുസ്ലിമായി മരിക്കുക എന്നുള്ളത് വലിയ പ്രശ്നമാണ്. ബഷീർ വൈസിയാകാനൊന്നും വലിയ പണിയില്ല, അബൂബക്കറാകാൻ പണിയില്ല. പക്ഷെ മരിക്കുമ്പോ മുസ്ലിമാകാൻ കഴിയണം, മരിക്കുമ്പോ കലിമ ചൊല്ലാൻ കഴിയണം. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ബാക്കി നമുക്ക് നാളെ പറയാം കേട്ടോ. ബാക്കി നമ്മൾ നാളെ പറയും. നമുക്ക് ദുആ ചെയ്യാം. കമൻ്റൊക്കെ ഒന്ന് വായിച്ച് ദുആ ചെയ്യാം. മദീനത്തെ മലർ മണ്ണിൽ മരതക കവിളിൽ ചുണ്ടു ചേർത്തൊരു ചുംബനം ഞാൻ കാത്തിരിപ്പുണ്ട്. മഹാരാജാ റസൂലെന്നെ മാടി മാടി വിളിച്ചു കണ്ട് മഹിത ഭൂമിയിലൊന്നു ചെല്ലണ പൂതിയും പൂണ്ട്. മനം നീറി കരഞ്ഞാരെ മധുര സ്നേഹം നുണഞ്ഞാരെ മദദിനായൊരു മദഹഗാനം ഞാനുമൂരണ്ടേ. മധുരമാണെന്നറിഞ്ഞാരെ മദത് പലരും പറഞ്ഞാരെ മഹബത്തിൻ അഹ്ലായിടാനെ കൽബകം വിണ്ട്. ത്വയ്ബമിനാരത്തിൻ ചിത്രങ്ങളെ മനം നിത്യം കിന കാണവേ. പാവത്തിൻ കനവിലൊരു ദിനം എത്തും ഞാൻ കാത്തിടവേ. ത്വയ്ബമിനാരത്തിൻ ചിത്രങ്ങളെ മനം നിത്യം കിന കാണവേ. പാവത്തിൻ കനവിലൊരു ദിനം എത്തും ഞാൻ കാത്തിടവേ. മദീനത്തെ മലർ മണ്ണിൽ മരതക മണലിന്റെ കവിളിൽ ചുണ്ടു ചേർത്തൊരു ചുംബനം ഞാൻ കാത്തിരിപ്പുണ്ട്. മഹാരാജാ റസൂലെന്നെ മാടി മാടി വിളിച്ചു കണ്ട് മഹിത ഭൂമിയിലൊന്നു ചെല്ലണ പൂക്കി
അബീബിങ്ങളെ, നമ്മുടെ യാത്രാ സംഘത്തിലെ നൗഷാദ് എന്ന് പറയുന്ന സഹോദരൻ്റെ ഉമ്മ വഫാത്തായ വിവരം അറിഞ്ഞു. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. ജന്നത്തുൽ ഫിർദൗസിൽ അവരെയും നമ്മളെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ. ഒരാളുടെ ഭർത്താവിൻ്റെ കാലിന് പഴുപ്പാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു ശിഫ നൽകട്ടെ, അള്ളാഹു ശിഫ നൽകട്ടെ, അള്ളാഹു ശിഫ നൽകട്ടെ. SSLCക്ക് പഠിക്കുന്ന മക്കളുടെ, +2 പഠിക്കുന്ന മക്കളുടെ പരീക്ഷയിൽ വിജയം നൽകാൻ വേണ്ടി ദുആ ചെയ്തു. അള്ളാഹുവേ നീ വിജയിപ്പിക്കണേ തമ്പുരാനെ. ഭാര്യയുടെ ഉപ്പാക്ക് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ. മക്കള് സ്വാലിഹീങ്ങളാകാൻ ദുആ ചെയ്യാം. നമ്മുടെ സന്താനങ്ങളെ എല്ലാം സാലിഹീങ്ങളാക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. കാരുണ്യവാനും ദയാപരനുമായ അല്ലാഹുവേ, സയ്യിദിനാ യൂസുഫ് നബി അലൈഹിസ്സലാമെ സ്വപ്നത്തിൽ കാണാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. അത് ഇന്നത്തെ രാത്രി തന്നെ ആയാൽ ഞങ്ങൾക്ക് ഒരുപാട് റാഹത്താണ് തമ്പുരാനെ. സയ്യിദുനാ യൂസുഫ് പ്രവാചകനെ ഒന്ന് സ്വപ്നത്തിൽ കാണിച്ചു തരണേ തമ്പുരാനെ. യാക്കൂബ് പ്രവാചകനോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഞങ്ങൾക്ക് ഇടം നൽകണമേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് നീ മഗ്ഫിറത്ത് നൽകണേ, അല്ലാഹ് മർഹമത്ത് നൽകണേ. മരണപ്പെട്ടുപോയ ഭാര്യമാര്, ഭർത്താക്കന്മാർ, ജ്യേഷ്ഠന്മാർ, അനുജന്മാർ, സഹോദരന്മാർ, സഹോദരിമാർ, അവരുടെ മക്കൾ, ഞങ്ങളുടെ ഉസ്താദുമാർ, കൂട്ടുകുടുംബങ്ങൾ, മരുമക്കൾ, അമ്മായിമാർ, അമ്മോശന്മാർ, അങ്ങനെ കുറേ ആളുകൾ മരണപ്പെട്ട് ഖബറിലാണ്. നീ മഗ്ഫിറത്ത് നൽകണേ, അല്ലാഹ് മർഹമത്ത് നൽകണേ തമ്പുരാനെ. അള്ളാഹുവേ, ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, സഹോദരങ്ങൾ, സന്താനങ്ങൾ എല്ലാവർക്കും നീ ദീർഘായുസ് ഹൈറാണെങ്കിൽ ആഫിയത്തോടെ നൽകണമേ തമ്പുരാനെ. പലവിധ രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബേ. നീയാണ് ഷാഫി, നീയാണ് കാഫി. ശിഫ നൽകണേ അല്ലാ, നീ ശിഫ നൽകണേ റഹ്മാനേ. കോവിഡ് പോലെയുള്ള മഹാരോഗങ്ങളിൽ നിന്ന് കാക്കണേ റബ്ബേ. ക്യാൻസറിന്റെ അണുവിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണമേ തമ്പുരാനെ. അപകടങ്ങളിൽ നിന്ന് കാക്കണമേ തമ്പുരാനെ. സിഹറിൽ നിന്ന് കാക്കണേ തമ്പുരാനെ. കണ്ണേറിൽ നിന്ന് കാക്കണേ തമ്പുരാനെ. മാരണങ്ങളിൽ നിന്ന് കാക്കണേ തമ്പുരാനെ. ദുൽമിൽ നിന്ന് കാക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, മരണം വരെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ തമ്പുരാനെ. രോഗികളാക്കല്ലേ തമ്പുരാനെ. അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും കാക്കണമേ തമ്പുരാനെ. അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും കാക്കണമേ തമ്പുരാനെ. ബഷീർ മഞ്ചേരി എന്ന നമ്മുടെ സഹോദരന്റെ ഭാര്യയുടെ എളാപ്പ ആക്സിഡന്റ് പറ്റി മെഡിക്കൽ കോളേജിലാണ്. ശിഫ നൽകണമേ റഹ്മാനെ. ആഫിയത്ത് കൊടുക്കണമേ തമ്പുരാനെ. CP അബൂബക്കർ ദാരിമി ആൻജിയോഗ്രാം കഴിഞ്ഞ് ചികിത്സയിലാണ്. നീ ശിഫ നൽകണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മുറാദുകളെ നീ ഒന്ന് ഹാസിലാക്കണേ അല്ലാ. നിരവധിയായ ആവശ്യങ്ങൾ ഞങ്ങളുടെ മനസ്സിലുണ്ടല്ലാ, നീ നിറവേറ്റിത്തരണേ തമ്പുരാനെ. ഞങ്ങളുടെ മശായിഖന്മാരുടെ ഹക്ക് കൊണ്ട് നീ നിറവേറ്റിത്തരണേ തമ്പുരാനെ. പടച്ചവനെ, കടക്കാരുണ്ട്, കടം വീട്ടാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. വീടില്ലാത്തവർക്ക് വീട് നൽകണമേ തമ്പുരാനെ. വീട് വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വിൽക്കാനുള്ള അവസരം നൽകണമേ തമ്പുരാനെ. കല്യാണപ്രായമെത്തിയ മക്കളുള്ളവരുണ്ട്, സ്വാലിഹീങ്ങളായ ഇണകളെ നൽകണേ റഹ്മാനെ. സന്താനങ്ങളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അവരുടെ പഠനങ്ങളിൽ നീ പുരോഗതി നൽകണമേ തമ്പുരാനെ. പടച്ചവനെ, ഗർഭിണികളായ സഹോദരിമാർക്ക് സുഖപ്രസവം നൽകണേ തമ്പുരാനെ. കാലിൽ അസുഖമുള്ളൊരു സഹോദരന് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നീ ശിഫ കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, കല്യാണം കഴിഞ്ഞ് അന്ന് തന്നെ മരണപ്പെട്ടു പോയ സഹോദരിക്ക് നീ ജന്നാത്തുൽ ഫിർദൗസ് ഓശാരമായി കൊടുക്കണേ തമ്പുരാനെ. പടച്ചവനെ, പ്രവാസികളായ ഞങ്ങളെ സഹോദരങ്ങൾക്ക് നീ കാവലേകണേ തമ്പുരാനെ. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ തമ്പുരാനെ. വീട് പണി നടക്കുന്നവരുണ്ട്, അത് വളരെ എളുപ്പത്തിൽ നീ നടത്തി കൊടുക്കണമേ തമ്പുരാനെ. കച്ചവടങ്ങളിൽ ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. കൃഷികളിൽ, ബിസിനസ്സുകളിൽ, ഇടപാടുകളിൽ, ജോലികളിൽ നീ ബർക്കത്ത് നൽകണമേ തമ്പുരാനെ. നാട്ടിലും പലവിധ ജോലികളിൽ ഏർപ്പെട്ട സഹോദരന്മാരുണ്ട്, അവരുടെയൊക്കെ ജോലികളിൽ ബർക്കത്ത് കൊടുക്കണേ തമ്പുരാനെ.
പടച്ചവനെ ഹബീബീങ്ങളെ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. എത്രയോ മാസങ്ങളായി കൂടെ കൂടിയ ഈ ഹബീബീങ്ങളെ ജന്നാത്തുൽ ഫിർദൗസിലും നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. നിന്റെ ഹബീബിനോടുള്ള സ്നേഹമല്ലാതെ മറ്റൊരു കാരണവുമില്ല, നീ അവരെ കബൂലാക്കണേ റഹ്മാനേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم بحق نبينا محمد صلى الله عليه وسلم. آمين يا أرحم الراحمين. ഹബീബിങ്ങളെ ഒരു സന്തോഷ വാർത്ത. നമ്മുടെ 5 വാട്സപ്പ് ഗ്രൂപ്പിൽ ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഓരോ ക്ലാസ് നടത്താനുള്ള തീരുമാനമുണ്ട്. അത് എപ്പോഴും അഡ്മിൻ ഓൺലി കിടക്കുകയാണല്ലോ, എപ്പോഴെങ്കിലും സന്ദേശങ്ങളിലേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാ ദിവസവും നമുക്ക് ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും പറ്റിയെങ്കിൽ അല്ലെങ്കിൽ 1.5 ദിവസമൊക്കെ ഇടവിട്ട് ഓരോ ക്ലാസ് നമുക്ക് 10 മിനിറ്റ് തരാം. രാവിലെ ഒരു 9 മണി നേരത്തൊക്കെ 9 മണി മുതൽ 12 മണിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്കൊരു ക്ലാസ് ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്കപ്പോൾ ഫ്രീ ആണെങ്കിൽ അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ കേൾക്കാമല്ലോ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ അഡ്മിൻ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർ എല്ലാവർക്കും അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. നാളെ അപ്പോൾ ഇൻഷാ അല്ലാഹ് 9:30 മണിക്ക് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. तू कुजा मन कुजा तू अमीरे हरम मैं ഫക്കീറെ അജം. തമിഴ്നാട്ടിൽ നിന്ന് ഗൂഡല്ലൂരിൽ നിന്ന് ഇന്നൊരു മെസ്സേജ് വന്നു. അവിടെ ഒരു പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ട് നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ കൂട്ടിക്കൊണ്ടുപോയിണ്ടായിരുന്നില്ല. കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ ആ ചെറുപ്പക്കാരൻ മദ്യപാനിയാണ്, വളരെ പ്രശ്നമുള്ളതാണെന്ന് അറിഞ്ഞപ്പോൾ ആ വിവാഹം ഒഴിവാക്കി. ഇപ്പോൾ ആ കുട്ടി +2 പഠിക്കുന്ന കുട്ടിയാണ്, 17 വയസ്സായിട്ടുള്ള ആ കുട്ടിക്ക് പുതിയൊരു കല്യാണം വേണം. അള്ളാഹു വളരെ പെട്ടെന്ന് എളുപ്പമാക്കി കൊടുക്കട്ടെ, വളരെ പെട്ടെന്ന് എളുപ്പമാക്കി കൊടുക്കട്ടെ. നമ്മുടെ ഇടവേളയിൽ കുറേ ആൾക്കാർ മരിച്ചു പോയവരുണ്ട്, അള്ളാഹുക്ക് മഫ്റത്ത് കൊടുക്കട്ടെ. നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നാവായിരുന്ന ധിഷണയായിരുന്ന നാട്ടിക വി മൂസ മുസ്ലിയാർ, നാട്ടിക എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലാണ്, എൻ്റെ ജില്ലയിലാണ്. പക്ഷേ അദ്ദേഹം ജോലി ചെയ്ത സ്ഥലമാണ്, അദ്ദേഹത്തിൻ്റെ ഖബർ മേലാറ്റൂരിലാണ്. അദ്ദേഹം ദേശമംഗലം MICയിൽ ജോലി ചെയ്തിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം നൽകട്ടെ, ജന്നാത്തുൽ ഫിർദൗസിൽ കാണാൻ തൗഫീഖ് നൽകട്ടെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആയിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ശക്തനായ പ്രവർത്തകനായ പിണങ്ങോട് അബൂബക്കർ സാഹിബ് അസുഖമായി കിടപ്പിലാണ്. അള്ളാഹു അദ്ദേഹത്തിന് രോഗശമനം നൽകട്ടെ. ഹോസ്പിറ്റലിലാണ്, വെന്റിലേറ്ററിലാണ്. വളരെ പെട്ടെന്ന് അള്ളാഹു അദ്ദേഹത്തിന് മോചനം നൽകട്ടെ. ആമീൻ യാ റഹ്മാൻ. പിരിയാം. പച്ചയിൽ നീ കൂറാരടാ ഇമ്പത്തേൻ മൂറബിൻ കഹരത്താലടാ വിമകം ആടിടും മൗത്തിൻ മുൻമൗത്തിടും മുത്ത് മുഹമ്മദരിൻ കദം ഉള്ളേ മുറബി മുർഷിദവരെ നീ തേടി പിടിത്തിടടാ പച്ചയിൽ നീ കൂറാരടാ ഇമ്പത്തിൻ കഹരത്താലടാ ചന്തമിൽ പേശിടും ചിന്തയിൽ കേസിടും ചിപ്പി തുറക്കാൻ മേലാ നിന്റെ ഉള്ളറക്കുൾ മീമെസിറാക്കി വച്ചതൈ കണ്ണാടിക്കുൾ പാരടാ. എല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ. ഒന്നുകൂടി ഹബീബിങ്ങളെ മുഹമ്മദ് ഇമ്പത്തേൻ മൂറബിൻ കഹരത്താലടാ അന്യത്തിൻ്റെടം മൊയ്രിയത്തിൻ തടം നമ്പർ അവിടെ ആഡ് ചെയ്തോളൂ. അവിടെ അഡ്മിൻ ഇപ്പോൾ എല്ലാവരും അവിടെ ഉണ്ട്, അവരാ നമ്പർ എടുത്ത് ആഡ് ചെയ്യും കേട്ടോ. ആ ഗ്രൂപ്പിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ, നിർബന്ധമൊന്നുമില്ല, ചേരാൻ ആഗ്രഹിക്കുന്നവരെ. ക്യാൻസർ ബാധിച്ച ഒരു മരിച്ച സഹോദരൻ്റെ ഭാര്യയുടെ യുദ്ധ കഴിഞ്ഞ അവൾക്ക് യോജിച്ചൊരു ഇണയെ ചേർക്കാൻ ദ്വാരയാണ്. മാഷാ അല്ലാഹ്, സാലിയായ ഒരു ഇണയെ അല്ലാഹു പെട്ടെന്ന് നൽകട്ടെ. ജാഫർ പലക്കുമൽ
മെഹന്തീസ് ഈ നമ്പർ വാട്സപ്പിൽ ആഡ് ചെയ്യണേ. അഡ്മിനൊന്ന് നോക്കണം കേട്ടോ. മെഹന്തീസ് ഫേക്ക് ഐ ഡി ആണെങ്കിൽ അങ്ങനത്തെ ആൾക്കാരുടെ നമ്പറൊന്നും ആഡ് ചെയ്യണ്ട കേട്ടോ. ഒറിജിനൽ ആൾക്കാരാണെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഓക്കെ, എല്ലാവരും സലാം പറഞ്ഞു പോയിക്കോളൂ. ചിലർ പാത്ത് പിടിത്ത് കുതിത്ത് മതിത്തിടൈ ചേർന്നോരും നാത്തിലാടാ ഇച്ച പച്ചയിൽ നീ കൂറാരടാ ഇമ്പത്തേൻ മൂറപ്പിൻ കഹരത്താലടാ ആശിച്ചു പോയിടും ആശിച്ച പോലിടും അബിന്റെ ഭയക്കാരായമ്പും ഈ സാധു കുൾഫഹിലെ നൽകുവോർ ചെങ്കോൽ മാണിക്യമാടാ ഇച്ച പച്ചയിൽ നീ കൂറാരടാ ഇമ്പത്തേൻ മൂറപ്പിൻ കഹരത്താ. സ്ത്രീകൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടോ? റിൻസ മുഹമ്മദ്. സ്ത്രീകൾക്കായി മാത്രമായിട്ടല്ല, നമ്മളെ 5 വാട്സപ്പ് ഗ്രൂപ്പുകൾ ഇപ്പം ഉണ്ട്. അതിൽ ഒരു ഗ്രൂപ്പിലാണ് പാണക്കാട് തങ്ങമ്പര് ഇവരൊക്കെ, ബാക്കിയുള്ളവരെല്ലാവരും ഉണ്ട്. എല്ലാവരും ഉള്ള ഗ്രൂപ്പാണ്. അതുകൊണ്ട് അതിൽ ആരെങ്കിലും വോയിസ് ഇടുകയോ മറ്റു വീഡിയോ ഫോട്ടോ ഒന്നും ഷെയർ ചെയ്യില്ല. അതുകൊണ്ട് അതിൽ ആരൊക്കെ ഉള്ളതെന്ന് അവർക്ക് പോലും അറിയില്ല. അതുകൊണ്ട് ആർക്കും ബുദ്ധിമുട്ടുണ്ടാവുകയൊന്നുമില്ല. സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പൊന്നുമില്ല, സ്ത്രീകളുള്ളതാണ്. 2ാമത്തെ ഗ്രൂപ്പ് മുതൽ എല്ലാ ഗ്രൂപ്പിലും വേറെ തരത്തിലുള്ള ചർച്ചയൊന്നും അതിലുണ്ടാവില്ല. അതുകൊണ്ട് പേടിക്കേണ്ടതില്ല. ഓക്കെ, ശരി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനിയൊന്നും പറയാനില്ലല്ലോ, ആർക്കൊന്നും പറയാനൊന്നുമില്ലല്ലോ. ഒരു പ്രത്യേക കാര്യമുണ്ട്, ദുആ ചെയ്യണം. അള്ളാഹുവിൻ്റെ ഖൈറിനായ. അപ്പം എല്ലാവരും പോയി സുഖമായി കിടന്നുറങ്ങും. എല്ലാവരും നമുക്ക് വേണ്ടി ദുആ ചെയ്യണം കേട്ടോ. അസ്സലാമു അലൈക്കും.